ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ചീസി എഗ് മസാലയാണ്. ഇതൊരു ക്വിക്ക് ഈസി ഡെലിഷ്യസ് റെസിപ്പിയാണ്. വീട്ടിൽ ബോയിൽഡ് എഗ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ സൈഡ് ഡിഷായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. സോ നമുക്ക് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിന് 2 ഒനിയൻ ഫൈനായിട്ട് ചോപ്പ് ചെയ്യാം. ഇനി 2 സ്മോൾ ടൊമാറ്റോയും കൂടി കട്ട് ചെയ്ത് വെക്കാം. ഇനി ഒരു 4 ബോയിൽഡ് എഗ് എടുത്തിട്ട് അതിൻ്റെ ഷെല്ലൊക്കെ റിമൂവ് ചെയ്ത് സ്മോൾ ബൈറ്റ് സൈസ് പീസായിട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ എഗ് ഒന്ന് സീസണിങ് ചെയ്യാം. റെഡ് ചില്ലി, അതുപോലെ ടർമറിക് പൗഡർ, റെഡ് ചില്ലി പൗഡർ, സാൾട്ട്, 1 ടീസ്പൂൺ ഗീ ആഡ് ചെയ്യുക. എവറിത്തിങ് ജെൻ്റലി മിക്സ് ചെയ്യുക. ഗീ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സ്പൈസസ് നന്നായി എഗ്ഗിൽ കോട്ടാവും, ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കൂടുതൽ ഇമ്പ്രൂവ് ആവും. സോ അതിനാണ് നമ്മൾ ഈ ഗീ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് ഒരു പാന് ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഈ എഗ് പീസസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ലൈറ്റ് ക്രിസ്പി ടെക്സ്ചർ മതി, ഓവർ ഫ്രൈ ചെയ്യണ്ട. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. അതിനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത ഒനിയൻസും ആഡ് ചെയ്യാം, 2 ഗ്രീൻ ചില്ലീസും. എന്നിട്ട് നന്നായി സോട്ട് ചെയ്യാം. ഒനിയൻ ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ അതിലേക്ക് സാൾട്ടും അതുപോലെ നമ്മൾ കട്ട് ചെയ്ത ടൊമാറ്റോയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി സോട്ട് ചെയ്യാം. ടൊമാറ്റോ നന്നായി കുക്കായി സോഫ്റ്റായി വരുമ്പോൾ അതിലേക്ക് പെപ്പർ പൗഡറും അതുപോലെ കുറച്ച് റെഡ് ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്യാം. വാട്ടർ ആഡ് ചെയ്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ്സ് സിമ്മർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് മസാലയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത എഗ് പീസസ് ഒക്കെ ഒന്ന് ജെന്റ്ലി മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്യാം. ഇനി അതിലേക്കാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ചീസ് നമുക്ക് ഇതിലേക്ക് ഒരു 2 ചീസ് നമുക്ക് ആഡ് ചെയ്യാം. ചീസ് ഒന്ന് മെൽറ്റായി കമ്പൈൻ ചെയ്യുന്ന വരെ ഒന്ന് സ്റ്റിർ ചെയ്യുക. ഈ ചീസും കൂടി ഇടുമ്പോൾ നമുക്ക് ഈ ഒരു മസാല എന്ന് പറയുമ്പോൾ ഒരു ക്രീമി ടെക്സ്ചർ കൊടുക്കും. നമ്മുടെ ഇത് സ്പെഷ്യൽ ടേസ്റ്റും കൂടിയാണ്. ചീസ് എഗ് മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തി, ദോശ, അപ്പം, പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് if you like this video, please like, share and subscribe to Mapla Ruchi. Thank you for watching. See you in the next video. Bye bye.